Hi students, welcome to our zoology class. Today we are starting with a new topic, an important topic, that is transcription. Okay, നമ്മൾ ഈ ജനറ്റിക്സിൻ്റെ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ട്രാൻസ്ക്രിപ്ഷൻ. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം DNA എന്ന് പറയുന്നതാണല്ലേ നമ്മുടെയൊക്കെ ജനറ്റിക് മെറ്റീരിയൽ. സോ നമുക്കറിയാം DNA എന്ന് പറഞ്ഞാൽ ഡബിൾ സ്ട്രാൻഡഡ് ആണെന്നും അറിയാം അല്ലേ. ഒരു ഡബിൾ സ്ട്രാൻഡ് ആയിട്ടില്ല, നമ്മൾ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഒക്കെ പഠിച്ചു അല്ലേ, വിച്ച് വാസ് പ്രപ്പോസ്ഡ് ബൈ വാട്സൺ ആൻഡ് ക്രിക്ക്. ഓക്കെ, അപ്പോൾ ഈ DNA വൺ ഓഫ് ദ സ്ട്രാൻഡിൽ നിന്നുമുള്ള ജനറ്റിക് ഇൻഫർമേഷൻ കോപ്പി ചെയ്തിട്ട് എങ്ങോട്ട് എന്താക്കിയിട്ട് മാറ്റാണ്, RNA ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ്. Okay, copying genetic information from one strand of the DNA into RNA, and that process is known as transcription. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്, അതിലുള്ള ഒരു സ്ട്രാൻഡ് മാത്രമാണ് ആ ഒരു സ്ട്രാൻഡിലുള്ള ഇൻഫർമേഷൻ അല്ലേ. നമുക്കറിയാം DNA ജനറ്റിക് ഇൻഫർമേഷൻ ആണല്ലേ ഉള്ളത്. ആ ജനറ്റിക് ഇൻഫർമേഷനെ കോപ്പി ചെയ്തിട്ട് RNA ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കോംപ്ലിമെന്റാരിറ്റി പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ ഈ ഒരു പ്രോസസ്സായിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷനും ഗവേൺ ചെയ്യുന്നത് അല്ലേ. പക്ഷെ ഒരൊറ്റ എക്സെപ്ഷൻ കേസ് ഉണ്ട് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ്റെ കേസിൽ. സാധാരണ നമ്മുടെ അഡനിൻ എന്ന് പറയുന്ന നൈട്രോജിനസ് ബേസ് ഏതുമായിട്ടാണ് ബേസ് പെയർ ചെയ്യാറ്, നമുക്കറിയാം തൈമിനുമായിട്ടാണ് അല്ലേ. പക്ഷെ ഇവിടെ തൈമിൻ്റെ പകരമായി അഡനിൻ നൗ ബേസ് പെയർസ് വിത്ത് യുറാസിൽ എന്നുള്ള ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. ബാക്കിയെല്ലാം കോംപ്ലിമെന്റാരിറ്റി പ്രിൻസിപ്പിളും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൽ. But there are some sort of differences for this transcription process from replication. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെപ്ലിക്കേഷൻ എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലേ. റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഒരു പുതിയ DNA മോളിക്യൂളിൽ നിന്നും വേറൊരു പുതിയ DNA മോളിക്യൂൾ ഫോം ചെയ്യാണ് അല്ലേ. ഓക്കെ, ഒരു ടോട്ടൽ നമ്പർ ഓഫ് DNA മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ട്രാൻസ്ക്രിപ്ഷൻ്റെ കേസിൽ ഓൺലി വൺ സ്ട്രാൻഡ് ഓഫ് ദ DNA ഗെറ്റ്സ് കോപ്പീഡ്. നമ്മൾ ആദ്യ തുടക്കത്തിലേ പറഞ്ഞു അല്ലേ, ഒരൊറ്റ സ്ട്രാൻഡാണ് കോപ്പി ചെയ്യുന്നത്. സോ വാട്ട്സ് ദ റീസൺ ഫോർ ദാറ്റ്? അതിൻ്റെ പിന്നിൽ കുറച്ച് റീസൺസ് ഉണ്ട്. രണ്ട് സ്ട്രാൻഡും എന്തുകൊണ്ടാണ് അത് കോപ്പി ചെയ്യാത്തത് എന്നുള്ളതിന്. ഇപ്പോൾ രണ്ട് സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള RNA മോളിക്യൂൾസ് ആയിരിക്കും. അതായത് RNA മോളിക്യൂൾസിൻ്റെ സീക്വൻസ് വ്യത്യാസപ്പെടും. ഓക്കെ, അപ്പോഴെന്താണ്, ഈ RNA മോളിക്യൂളാണ് പ്രോട്ടീൻ സിന്തസിസിന് പിന്നെ കോഡ് ചെയ്യുക അല്ലേ. ഇതൊക്കെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഫ്രം ദിസ് RNA മോളിക്യൂൾസ് ദേ കോഡ് ഫോർ പ്രോട്ടീൻസ് ആൻഡ് പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ്. അപ്പോൾ RNA ഈ ഉണ്ടാവുന്ന ട്രാൻസ്ക്രിപ്ഷന് രണ്ട് സ്ട്രാൻഡിൽ നിന്നും ഉണ്ടാവുന്ന RNA ഡിഫറെൻ്റ് ആയാൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഡിഫറൻസ് ഇൻ ദ കോഡിംഗ് പ്രോട്ടീൻസ് അല്ലേ. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമിനോ ആസിഡ്സിന്റെ സീക്വൻസ് അല്ലേ. അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കൊരു പ്രോട്ടീൻ കിട്ടുന്നത് അല്ലേ. പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നത് ഒരു മാക്രോ മോളിക്യൂൾ ആണ്, അതിന്റെ മൈക്രോ മോളിക്യൂൾ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. അപ്പം ഈ രണ്ട് ഡിഫറെന്റ് RNA എന്ന് പറഞ്ഞാൽ അത് കോഡ് ചെയ്യുന്ന പ്രോട്ടീനും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഒരൊറ്റ സെഗ്മെന്റ് ഓഫ് DNAയിൽ നിന്ന് രണ്ട് ഡിഫറെന്റ് പ്രോട്ടീൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കബിൾ ആണോ? അതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലേ. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ വൺ ഓഫ് ദ സ്ട്രാൻഡ് ഓഫ് ദ DNA ഈസ് കോപ്പീഡ് ഇൻ ടു RNA ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. അതാണ് അതിൻ്റെ വൺ ഓഫ് ദ റീസൺ. ഇനിയിപ്പം അതർ റീസൺ എന്ന് പറയുന്നത്, ഇപ്പം രണ്ട് സെഗ്മെന്റിൽ നിന്നും നമുക്ക് രണ്ട് സൈമുൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് തന്നെ നമുക്ക് രണ്ട് RNA മോളിക്യൂൾസ് കിട്ടിയെന്ന് വിചാരിക്കുക. അത് രണ്ടും കോംപ്ലിമെന്ററി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗെറ്റ് ബൈൻഡ് ടു എ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ അല്ലേ. DNAയുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ പഠിച്ച പോലെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബേസ് പെയേഴ്സ് ഒക്കെ ആണെങ്കിൽ ആ രണ്ട് സ്ട്രാൻഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഡബിൾ ഹെലിക്സ് ഫോം ചെയ്യും. അപ്പോൾ ഒരിക്കലും ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് അത് എന്താണ് ഗുണം ചെയ്യില്ല. മീൻസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യും, അതിൻ്റെ ഡബിൾ സ്ട്രാൻഡഡ്നെസ്. ഓക്കെ, അതും ഒരു റീസൺ ആണ്. എന്ത്, ട്രാൻസ്ക്രിപ്ഷൻ ഒരൊറ്റ സ്ട്രാൻഡ് മാത്രമേ കോപ്പി ചെയ്യുന്നുള്ളൂ എന്നുള്ളതിൻ്റെ റീസണിങ് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ ഈ കാര്യങ്ങളൊക്കെ? ഓക്കെ, നൗ വി ക്യാൻ സ്റ്റഡി അബൌട്ട് ദ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഓഫ് എ DNA. ഓക്കെ, ഒരു DNAയിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിന് 3 പാർട്സ് ആണുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഈ 3 പാർട്സ് കംപ്രൈസസ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്സ്. ഏതൊക്കെയാണ് ആ 3 പാർട്സ് എന്ന് പറഞ്ഞത്? ദർ വിൽ ബി എ പ്രൊമോട്ടർ ആൻഡ് എ സ്ട്രക്ചറൽ ജീൻ ആൻഡ് എ ടെർമിനേറ്റർ. ഒരു പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീന്,
അതുപോലെ ഒരു ടെർമിനേറ്റർ. ഈ പറയുന്ന 3 പാർട്സും കംപ്രൈസ് ചെയ്യുന്നതിനെയാണ് നമ്മളൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് അതിലെന്താണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത്? വിച്ച് പ്രൊമോട്ട്സ് അല്ലേ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിയുന്ന, അവിടെയാണ് നമ്മുടെ RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ബൈൻഡ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് പ്രൊമോട്ടർ. It is the binding site of RNA polymerase which initiate the transcription. Transcription process പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ട എൻസൈം ആണ് RNA പോളിമറൈസ്. അപ്പോൾ ഈ RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ബൈൻഡ് ചെയ്യുന്ന സൈറ്റാണ് എന്ത്, പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത പാർട്ടാണ് സ്ട്രക്ചറൽ ജീൻ. സ്ട്രക്ചറൽ ജീൻ, ആ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത് DNA സെഗ്മെൻറ്റിലുള്ള റീജിയൻ ആണ് ബിറ്റ്വീൻ എ പ്രൊമോട്ടർ ആൻഡ് എ ടെർമിനേറ്റർ. നമ്മൾ പറഞ്ഞ 3 ഭാഗങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ. ദർ ഇസ് എ പ്രൊമോട്ടർ ആൻഡ് ലാസ്റ്റ് ദർ ഇസ് എ ടെർമിനേറ്റർ. അപ്പോൾ ഈ പറയുന്ന ഈ 2 യൂണിറ്റ്സിൻ്റെ ഇടയിലുള്ള റീജിയൻ, ദ റീജിയൻ in DNA between a promoter and a terminator is known as a structural gene. Structural gene എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ആൻഡ് ടെർമിനേറ്റർ is actually present at the 3' end of a coding strand. ഒരു കോഡിംഗ് സ്റ്റാൻഡിൻ്റെ 3' എൻഡിലായിട്ട് കാണുന്ന ലാസ്റ്റ് കാണുന്ന പാർട്ടാണ് ടെർമിനേറ്റർ. and it terminates the process of transcription. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിന് അവസാനം ടെർമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റ് ആയിരിക്കും. ടെർമിനേറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ പ്രൊമോട്ടർ ഉണ്ട്, അതിൻ്റെ ഇടയിലുള്ള ഭാഗമായിട്ടുള്ള സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, എന്നിട്ട് അവസാനം ഒരു ടെർമിനേറ്ററും ഉണ്ട്. ഇങ്ങനെ പറയുന്ന 3 പാർട്സ് കംപ്രൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് കംപ്രൈസസ് എ പ്രൊമോട്ടർ, എ സ്ട്രക്ചറൽ ജീൻ ആൻഡ് എ ടെർമിനേറ്റർ. ദിസ് ഡയഗ്രാം ഷോസ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഓക്കെ, ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. അതിൽ കംപ്രൈസ് ചെയ്യുന്ന 3 ഭാഗങ്ങൾ കാണാം അല്ലേ. ഒരു പ്രൊമോട്ടർ, പിന്നെ ലാസ്റ്റ് ഉള്ളത് ടെർമിനേറ്റർ. ആ പ്രൊമോട്ടറിൻ്റെയും ടെർമിനേറ്ററിൻ്റെയും ഇടയിലുള്ള ആ റീജിയൻ ആണ് നമ്മുടെ സ്ട്രക്ചറൽ ജീൻ റീജിയൻ. അവിടെയാണ് ആക്ച്വൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന റീജിയൻ. ഓക്കെ, സോ ഹിയർ ഇസ് എ പ്രൊമോട്ടർ, എ സ്ട്രക്ചറൽ ജീൻ ആൻഡ് എ ടെർമിനേറ്റർ. ടുഗെദർ കംപ്രൈസസ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഓക്കെ, വി ഷുഡ് ഓൾസോ നോ അബൌട്ട് എ ജീൻ ആൻഡ് എ സിസ്ട്രോൺ. ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ഈ യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാനുള്ള ഏറ്റവും അതിൻ്റെ സിമ്പിൾ ബേസിക് ഫങ്ഷണൽ യൂണിറ്റിനാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് യു മീൻ ബൈ സിസ്ട്രോൺ? സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു DNA സെഗ്മെൻറ്റ് ദാറ്റ് ഈസ് കോഡിംഗ് ഫോർ എ പോളിപെപ്റ്റൈഡ്. ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിനെ കോഡ് ചെയ്യുന്ന DNAയുടെ സെഗ്മെൻറ്റിനാണ് നമ്മൾ സിസ്ട്രോൺ എന്ന് പറയുന്നത്. So that there are 2 types of cistron, monocystronic and polycystronic എന്ന് പറയും. അതെന്താണെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. മോണോസിസ്ട്രോണിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ് വിൽ കോഡ് ഫോർ ഓൺലി 1 പോളിപെപ്റ്റൈഡ്. ഒറ്റ ഒരു പോളിപെപ്റ്റൈഡിനെ മാത്രം കോഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോണോസിസ്ട്രോണിക് എന്ന് പറഞ്ഞത്. സോ വാട്ട് വിൽ ബി അബൌട്ട് പോളിസിസ്ട്രോണിക്? എന്തായിരിക്കും? ഇറ്റ് വിൽ ബി കോഡ് ഫോർ മോർ ദാൻ 1 പോളിപെപ്റ്റൈഡ്. ഒരു പോളിപെപ്റ്റൈഡിനെക്കാട്ടിലും കൂടുതൽ എണ്ണത്തിന് കോഡ് ചെയ്യുന്ന DNAയുടെ സെഗ്മെൻറ്റിനായിരിക്കും നമ്മൾ പോളിസിസ്ട്രോണിക് എന്ന് പറയുന്നത്. യുക്കാരിയോട്സിൻ്റെ കേസിലൊക്കെ, ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിൻ്റെ കേസിലൊക്കെ മോണോസിസ്ട്രോണിക് ആണ് നമ്മുടെ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രോകാരിയോട്ട് ഇറ്റ് ഈസ് പോളിസിസ്ട്രോണിക്. സ്ട്രക്ചറൽ ജീന് പോളിസിസ്ട്രോണിക് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ്. വാട്ട് യു മീൻ ബൈ എക്സോൺസ് ആൻഡ് ഇൻട്രോൺസ്? ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പം ട്രാൻസ്ക്രിപ്ഷൻ, ഒറിജിനൽ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന റീജിയൻ ആണ് എന്തെന്ന് പറഞ്ഞത്? സ്ട്രക്ചറൽ ജീൻ എന്ന് പറഞ്ഞത് അല്ലേ. പ്രൊമോട്ടറിൻ്റെയും ടെർമിനേറ്ററിൻ്റെയും ഇടയിലുള്ള ഭാഗമാണ്, റീജിയൻ ആണ് സ്ട്രക്ചറൽ ജീൻ. ഓക്കെ, അപ്പോൾ ആ സ്ട്രക്ചറൽ ജീനിന് അതിൽ 2 ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് എക്സോൺസ് ആൻഡ് ഓൾസോ ഇൻട്രോൺസ്. സോ വാട്ട് ആർ എക്സോൺസ്? എക്സോൺസ് എന്ന് പറഞ്ഞാലാണ് ഒറിജിനൽ കോഡിംഗ് സീക്വൻസ് ദറ്റ് അപ്പിയർ ആസ് മെച്യൂർ, വളരെ മെച്യൂർ അപ്പിയറൻസ് ഉള്ള കോഡിംഗ് സീക്വൻസിനെയാണ് നമ്മൾ എക്സോൺസ് എന്ന് പറയുക. ആൻഡ് വാട്ട് അബൌട്ട് ഇൻട്രോൺസ്? ഡെഫിനറ്റ്ലി ഇൻട്രോൺസ് എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ദ നോൺ കോഡിംഗ് സീക്വൻസ്. കോഡ് ചെയ്യാത്ത, അതായത് പ്രോട്ടീനൊന്നും കോഡ് ചെയ്യാത്ത ഭാഗമായിരിക്കും എന്ത് ഇൻട്രോൺസ് എന്ന് പറയുന്നത്. ദേ വിൽ ബി ഇൻ്റർവീനിങ് അല്ലെ, ഇൻ്ററപ്റ്റഡ്. ആ ഓരോ എക്സോൺസിൻ്റെ മെഡയിൽ കാണുന്ന ഇൻ്ററപ്റ്റ് ചെയ്ത് കാണുന്ന സെഗ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഇൻട്രോൺസ് എന്ന് പറയുന്നത്.
Okay, so that's about the exons and introns. These exons and introns are collectively known as split genes എന്നും പറയും. Split genes means both the exons and introns. അപ്പോൾ മറക്കരുത്, exons എന്ന് പറഞ്ഞാൽ കോഡിംഗ് സീക്വൻസ് ആണ്, and introns എന്ന് പറഞ്ഞാൽ they are the non-coding sequence. In order to understand about the process of transcription, we should know the 3 types of RNAs. 3 type RNAs എന്താണെന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. So what are the 3 types of RNAs involved in the process of transcription and translation? ഏതൊക്കെയാണ്? First one is mRNA, messenger RNA, mRNA, messenger RNA. Second is tRNA, okay, transfer RNA, tRNA. And the third is rRNA, or ribosomal RNA. So there are mRNA, tRNA and rRNA. Okay, and what is this mRNA? mRNA actually serves as a template for the protein synthesis. Protein synthesis ന് വേണ്ടിയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആക്ട് ചെയ്യുന്നത് ഈ mRNA മോളിക്യൂൾ ആണ്. Okay, so they are found in both nucleus and cytoplasm. And what about this tRNA? tRNA എന്ന് പറഞ്ഞാൽ എന്താണ്? It will act as an adapter molecule during the process of translation. പ്രോട്ടീൻ സിന്തസിസ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ ടെംപ്ലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അഡാപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന അഡാപ്റ്റർ മോളിക്യൂളാണ് എന്തെന്ന് പറഞ്ഞത്? tRNA. അത് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ അഡാപ്റ്റർ മോളിക്യൂൾ. ആൻഡ് വാട്ട് അബൌട്ട് ദ rRNA? റൈബോസോമൽ RNA എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ്റെ സമയത്ത് ഒരു കാറ്റലിറ്റിക് റോളും അതേപോലെ സ്ട്രക്ചറൽ റോളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് RNA ആണ് rRNA or ribosomal RNA. അപ്പോൾ ഈ 3 types of RNAസും ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. Okay, mRNA, tRNA and rRNA. Clear ആണോ? Okay, at first we can discuss about the transcription in prokaryotes. Prokaryotes-ലെ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രോകാരിയോട്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷനിൽ മെയിൻ ആയിട്ട് 3 സ്റ്റെപ്സ് ആണ് വരിക. ഓക്കെ, ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. എന്താണ് ഇനീസിയേഷൻ എന്ന് പറഞ്ഞാൽ? അവിടെ നിന്നായിരിക്കും ആ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യുക അല്ലേ? സോ ഇനീസിയേഷൻ എന്ന് പറഞ്ഞാൽ ദ RNA പോളിമറൈസ് എൻസൈംസ് ആർ ഗെറ്റിംഗ് ബൈൻഡഡ് ടു ദ പ്രൊമോട്ടർ റീജിയൻ. നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, അതിലെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് പ്രൊമോട്ടർ. ആ പ്രൊമോട്ടർ റീജിയനിൽ RNA പോളിമറൈസ് എൻസൈം ബൈൻഡ് ചെയ്യുന്നതാണ് ഇനീസിയേഷൻ ആൻഡ് ഇനീഷ്യേറ്റ്സ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് അങ്ങനെയാണ് ഇനീഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യുന്നതോടുകൂടി ആ സ്ട്രാൻഡിലൂടെ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ DNA ഡബിൾ ഹെലിക്സ് അൺവൈൻഡ് ചെയ്യും. ആൻഡ് ഓൺലി 1 സ്ട്രാൻഡ് മാത്രമായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ട്രാൻഡ് മാത്രമാവും. ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ഫോർ ദ RNA സിന്തസിസ്. അല്ലേ, DNA-യിൽ നിന്ന് നമുക്ക് എന്താണ് ഉണ്ടാക്കേണ്ടത്? RNA മോളിക്യൂളാണ്. അപ്പോൾ RNA സിന്തസിസിന് പിന്നെ എന്താണ് കോഡ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ഇനീസിയേഷൻ. RNA polymerase gets bind to the promoter region and initiates the process of transcription. And during the process of elongation, actually the RNA is synthesized in the 5' to 3' direction. RNA synthesize ചെയ്യും. അതായത് റൈബോന്യൂക്ലിയോടൈഡ്സ് ഇങ്ങനെ പോളിമറൈസ് ചെയ്തിട്ട് വലിയൊരു RNA മോളിക്യൂൾ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. Okay, so during the elongation process, RNA gets synthesized in the 5' to 3' direction. And what about termination? Termination എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? When this RNA polymerase enzyme reaches the terminator എന്ന് പറയുന്ന റീജിയനിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ടെർമിനേറ്റ്സ് അല്ലെങ്കിൽ ഇറ്റ് വിൽ കട്ട് ഓഫ് അല്ലേ, എൻഡ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പം നമ്മൾ പറഞ്ഞു RNA polymerase enzyme നമ്മുടെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള പ്രൊമോട്ടറിലാണ് ബൈൻഡ് ചെയ്യുക. പിന്നെ അതിങ്ങനെ ആ സെയിം ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്ത് എവിടെ എത്തും? നമ്മുടെ ഇലോങ്ങേഷൻ പ്രോസസ്സൊക്കെ കണ്ടിന്യൂ ചെയ്ത് സ്ട്രക്ചറൽ ജീനിലൂടെ പാസ് ചെയ്ത് ടെർമിനേറ്ററിൽ എത്തും. ഓക്കെ, ടെർമിനേറ്ററിൽ എത്തിക്കഴിഞ്ഞാലാണ് എന്ത് ടെർമിനേറ്റ് ചെയ്യുക? ദ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് എൻഡ് ചെയ്യുക. സോ അറ്റ് ദാറ്റ് ടൈം ദിസ് RNA പോളിമറൈസ് ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ DNA RNA ഹൈബ്രിഡ്. DNA ഉണ്ടാവും, അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള RNA ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ 2 ഹൈബ്രിഡിൽ നിന്നും നമ്മുടെ RNA പോളിമറൈസ് എൻസൈം സെപ്പറേറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ദ RNA മോളിക്യൂൾ ഓൾസോ ഗെറ്റ് സെപ്പറേറ്റഡ്. ആ 2 ഹൈബ്രിഡിൽ നിന്നും RNA സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നതും ആ ഒരു പ്രോസസ്സ് അവിടെ എൻഡ് ആവുന്നതിനെയൊക്കെയാണ് നമ്മൾ ടെർമിനേഷൻ എന്ന് പറയുക. ഓക്കെ, സോ
First process is initiation, that is the binding of the RNA polymerase enzyme in the promoter region. Okay, പിന്നെ elongation നടക്കും, അതായത് കണ്ടിന്യൂ ചെയ്തിട്ട് റൈബോന്യൂക്ലിയോടൈഡ്സ് പോളിമറൈസ് ചെയ്തിട്ട് ആ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള RNAs ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ആൻഡ് വെൻ ദിസ് RNA polymerase enzyme reaches the ടെർമിനേറ്റർ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ആവും. അപ്പോൾ RNA പോളിമറൈസും അതിലൂടെ പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ള RNA മോളിക്യൂളും ഒക്കെ എന്താവും, സെപ്പറേറ്റ് ചെയ്യപ്പെടും. So we got here in this image you can see the process of transcription occurs in bacteria. That is actually and it involves three processes, that is the initiation, elongation and termination. These are the three processes that involved in the transcription in prokaryotes. So that's all about the transcription in prokaryotes. അപ്പോൾ അവിടെ അങ്ങനെ ലാസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള RNA എന്താണ്, ഫങ്ഷണലി ആക്റ്റീവ് ആണ്, അതിനെ വീണ്ടും ആക്റ്റീവ് ആക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഓക്കെ, when we discuss about the transcription in eukaryotes, there are some more complexity. അല്ലേ, പ്രോകാരിയോട്ടിൻ്റെ വെച്ച് നോക്കുമ്പോൾ യൂകാരിയോട്സിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലക്സിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ പ്രോകാരിയോട്സിൻ്റെ കേസിൽ RNA പോളിമറൈസ് എന്നുള്ള എൻസൈമിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് അഡീഷണലായിട്ട് 3 എൻസൈംസും കൂടി RNA പോളിമറൈസ് 1, RNA പോളിമറൈസ് 2, RNA പോളിമറൈസ് 3 എന്ന് പറയുന്ന എൻസൈംസും കൂടെ ഇൻവോൾവ് ആണ് in the transcription process of eukaryotes. അതിൻ്റെ എല്ലാത്തിനും ക്ലിയർ കട്ട് ഡിവിഷൻ, ലേബർ ഡിവിഷൻ, അതായത് ഓരോ RNA പോളിമറൈസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ചെയ്യാനുള്ളത്. ഓക്കെ, RNA പോളിമറൈസ് 1ന് എന്താണ്, പ്രത്യേക ഒരു 6 RNAസിനെ ട്രാൻസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ആൻഡ് ദ RNA polymerase 2 transcribes the precursor of mRNA. mRNAൻ്റെ precursor, that is hnRNA or heterogeneous nuclear RNA എന്ന് പറയും. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ RNA polymerase 3? RNA polymerase 3 tRNA, അതുപോലെ snRNA, സ്മോൾ ന്യൂക്ലിയർ RNA, അതുപോലെ 5s rRNA, അതിനൊക്കെ ട്രാൻസ്ക്രൈബ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഏത് ചെയ്യുന്നത്. This diagram shows the process of transcription in eukaryotes. കോംപ്ലക്സിറ്റി ഉണ്ട്, ഓരോ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിന്റെ ഫിഗർ ആണ്. അപ്പം യൂകാരിയോട്സിന്റെ കേസിൽ കുറച്ച് എക്സ്ട്രാ പ്രോസസ്സിംഗ് അതുപോലെ തന്നെ വേറെ ഒരു അതിനാണ് നമ്മൾ ക്യാപ്പിംഗ്, ടെയിലിംഗ്, സ്പ്ലൈസിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സ്പ്ലൈസിംഗ്, ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ്, they are known as the post transcriptional processing. അപ്പോൾ അതെന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതും കൂടെ ഉണ്ട് നമ്മുടെ യൂകാരിയോട്സിന്റെ കേസിൽ. termed as post transcriptional processing. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ട്രാൻസ്ക്രിപ്ഷനിലൂടെ ഫോം ചെയ്തിട്ടുള്ള RNA മോളിക്യൂളിന് കുറച്ചും കൂടെ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് നടത്താനുണ്ട് അല്ലേ. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ പ്രോസസ്സിംഗ് എന്ന് പറയും. അപ്പോൾ അതിൽ വരുന്നതാണ് എന്തൊക്കെയാ, സ്പ്ലൈസിംഗ്, ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ്. സ്പ്ലൈസിംഗ്, ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ്. സോ വാട്ട് യു മീൻ ബൈ സ്പ്ലൈസിംഗ്? നമ്മൾ പറഞ്ഞു അല്ലേ, എക്സോൺസും ഇൻട്രോൺസും ഉണ്ടായിരിക്കും സ്ട്രക്ചറൽ ജീനിൻ്റെ ഭാഗത്ത്. അതിൽ എക്സോൺസ് മാത്രമാണ് എന്ത്, കോഡിംഗ് സീക്വൻസ്, മറിച്ച് ഇൻട്രോൺസ് എന്താണ്, ഇന്റർവീനിങ് നോൺ കോഡിംഗ് സീക്വൻസിനാണ്. അപ്പോൾ ഈ ഇൻട്രോൺസിനെ കട്ട് ചെയ്തിട്ട് എക്സോൺസിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പ്ലൈസിംഗ് എന്ന് പറയുന്നത്. ദ exons regions are get united by cutting or by breaking the introns. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പ്ലൈസിംഗ് എന്ന് പറയുക. ഇനി നമ്മുടെ ഈ hnRNAയിൽ 5' എൻഡിൽ മിഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്ന, അതിൻ്റെ റെസിഡ്യൂസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്യാപ്പിംഗ് എന്ന് പറയുക. ഓക്കെ, മിഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഇസ് ആഡഡ് 5' end of an hnRNA. ഓക്കെ, അപ്പോൾ 5' എൻഡിൽ നമ്മൾ മിഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്തെന്ന് പറയുക, ക്യാപ്പിംഗ്. ഓക്കെ, സോ വാട്ട് അബൌട്ട് ടെയിലിംഗ്? ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ
മറ്റേ റീജിയനിൽ മറ്റേ പാർട്ടിൽ അല്ലേ, അതായത് 3' എൻഡിൽ നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? അഡനിനിൻ്റെ റെസിഡ്യൂസ്, അഡിനിലേറ്റ് റെസിഡ്യൂസ് ആർ ആഡഡ് in the 3' end of an hnRNA is termed as tailing. അതിനാണ് tailing എന്ന് പറയുക. അപ്പം നമുക്ക് ഈ ട്രാൻസ്ക്രിപ്ഷൻ വഴി ഫോം ചെയ്തിട്ടുള്ള hnRNAക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് നടത്തണം. അതിനെയാണ് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വരുന്ന 3 പ്രോസസ്സാണ് സ്പ്ലൈസിങ്ങും ക്യാപ്പിങ്ങും ടെയിലിങ്ങും. സ്പ്ലൈസിങ് ഓൾറെഡി പറഞ്ഞു അല്ലേ, എക്സോൺസിൻ്റെ ഇടയിലുള്ള ഇൻട്രോൺസിനെ കട്ട് ചെയ്തിട്ട് കോഡിംഗ് സീക്വൻസ് ആയിട്ടുള്ള എക്സോൺസിനെ യുണൈറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്പ്ലൈസിങ് എന്ന് പറയുക. 5' എൻഡിൽ മെഥൈൽ ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ക്യാപ്പിംഗ് എന്ന് പറയും. 3' എൻഡിൽ അഡിനിലേറ്റ് റെസിഡ്യൂസിനെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ടെയിലിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ പ്രോസസ്സിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള RNA ആണ് ഒരു ഫങ്ഷണൽ RNA ആയിട്ട് മാറുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് യൂക്കാരിയോട്സിൽ ഇത്തരത്തിലുള്ള കുറച്ചും കൂടെ കോംപ്ലക്സിറ്റി വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് പ്രോകാരിയോട്സിൽ കുറച്ചും കൂടെ സിംപ്ലർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ RNA പോളിമറൈസ് ഒക്കെ കൂടുതലുണ്ട്, ഇത്തരത്തിലുള്ള പ്രോസസ്സിംഗ് ഒക്കെ നടത്തണം. അപ്പോൾ അങ്ങനെ നമ്മൾ DNA-യിൽ നിന്നും നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ കോപ്പി ചെയ്തിട്ട് നമ്മൾ RNA മോളിക്യൂൾസ് ഉണ്ടാക്കിയ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ബാക്കിയുള്ള പോർഷനൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.